ഹായ് ഹലോ ഓൾ. എൻ്റെ ഒരു വിഷു വ്ളോഗാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. കുറച്ച് ലേറ്റായിപ്പോയി, എന്താ പറയുക, എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ചെറിയൊരു വ്ളോഗാണ്. എൻ്റെ ഒരു വിഷു ഞാൻ എങ്ങനെയാണ് ഒരുക്കിയത് എന്നാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ കമൻറ്റും ചെയ്യണം കേട്ടോ, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതാ നമ്മളെപ്പോഴത്തെ പോലെ തന്നെ വിഷുവിന് മുന്നേ നമ്മൾ വീടൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുകയാണ്. ഞാനിങ്ങനെ ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യാൻ നിന്നില്ല. എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി എന്നും കുറച്ച് ക്ലീനിങ് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ വലിയ ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ വന്നില്ല. ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി തുടയ്ക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവരുടെയും വിഷു എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ക്ലീനിങ് അതായത് അടിച്ചു വാരി തുടക്കലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ടെഡി ബിയറാണത്. ഞാൻ അത് എറണാകുളത്ത് നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതെൻ്റെ ഒപ്പം 4 വർഷമായി എൻ്റെ ഒപ്പം തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഗിറ്റാർ എല്ലാം ഒന്ന് പൊടി തട്ടി തുടച്ച് വെക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെ തന്നെയാണല്ലേ, ഏതെങ്കിലും ഫെസ്റ്റിവൽ വന്നു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് പൊടി തട്ടി ക്ലീൻ ആക്കുക അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പച്ചക്കറി, അച്ചാർ, മയിൽപ്പീലി, പൂക്കൾ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇതാണ് ഞങ്ങൾ നെക്സ്റ്റ് ദിവസം രാവിലെ 4 മണിക്ക് ഞങ്ങൾ ഒരുക്കി വെച്ച കണിയാണത്. അതായത് തലേദിവസം തന്നെ നമ്മൾ ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി രാവിലെ ജസ്റ്റ് വിളക്ക് കത്തിക്കുക, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീച്ച് കുളിച്ച് വിളക്ക് കത്തിക്കുകയാണ്. ഇത് 4 മണിയാണ് കേട്ടോ സമയം. രാവിലെ എണീച്ച് വിളക്ക് കത്തിക്കുക എന്നുള്ളത് നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്നൊരിതായിരുന്നു അല്ലേ. എനിക്കിങ്ങനെ രാവിലെ എണീച്ച് വിളക്ക് കത്തിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എസ്പെഷ്യലി ഈ ഒരു 4 മണി സമയം, ആ ഇരുട്ടിൽ നമ്മൾ വിളക്ക് കത്തിക്കുന്നത് ഒരു പ്രത്യേക ഒരു സുഖമാണ്. അപ്പോൾ വിഷു ദിവസം പറയുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ദിവസം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ കത്തിക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അപ്പോൾ എൻ്റെ വിഷുക്കണി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നന്നായിരുന്നോ ഇല്ലയോ? എല്ലാവരും എന്താ പറയുക, എൻ്റെ വീഡിയോസ് എനിക്ക് അത്യാവശ്യം വ്യൂസെല്ലാം കിട്ടുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് കുറവാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാനൊരു പുതിയ യൂട്യൂബറാണ്. പുതിയൊരു യൂട്യൂബേഴ്സിന് നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടും വലുതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കമൻറ്റ് തീർച്ചയായിട്ടും ഇടണേ. അപ്പോൾ പൂജ എല്ലാം കഴിഞ്ഞ് വിളക്കെല്ലാം കത്തിച്ച് ഇതാണ് എൻ്റെ വിഷുക്കണി കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. രാവിലെ തന്നെ പൂജിച്ച് കഴിഞ്ഞ് ആ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ. ആ ചന്ദനത്തിരിയുടെ പുകയിലും കർപ്പൂരത്തിൻ്റെ പുക മണം, പിന്നെ ആ സാമ്പ്രാണി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണം വല്ലാത്തൊരു ഇതാണല്ലേ അത്. ഇതാണ് കേട്ടോ എല്ലാം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു വിഷുക്കണി. പൂജ എല്ലാം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു വിഷുക്കണി ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടണം, ലൈക്ക് ചെയ്യണം കേട്ടോ. ഒരു ഹാർട്ടെങ്കിലും നിങ്ങളുടെ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ നെക്സ്റ്റ് പൂജ എല്ലാം കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ സാരിയാണ് കേട്ടോ ഇട്ടത്. ഇതെൻ്റെ ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് സാരിയാണ്.
അപ്പോൾ നമ്മൾ അടുത്ത് ഇവിടെ ഒരു ജാലല്ലി അയ്യപ്പ ക്ഷേത്രമുണ്ട്. ഇതാണ് കേട്ടോ അമ്പലം. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടാണ് കേട്ടോ രാവിലെ പ്രാർത്ഥിച്ചത്. ഞങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ ക്യൂ ഉണ്ടായിരുന്നില്ല, ചെറിയൊരു ക്യൂ. നമ്മൾ ഇതിനകത്ത്, അതായത് എത്താറായിട്ടുണ്ടായിരുന്നു, അകത്ത് കയറാറായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇറങ്ങാറാകുമ്പോഴത്തേക്ക് നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങ് എയർഫോഴ്സ് വരെ എത്തി ക്യൂ. അപ്പോൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. ഞങ്ങളിതാ രാവിലെ പുറത്തുനിന്ന് കഴിക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഒന്നാമത് രാത്രി ഒന്നും, അപ്പോൾ ഞങ്ങൾ രാത്രി അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് നല്ല തലവേദനയായിരുന്നു കേട്ടോ. ഞാൻ കിടന്നു. അപ്പോൾ ഈ വിഭവങ്ങൾ കണ്ണൂർ സ്റ്റൈലാണ്. ഏട്ടനാണ് മൊത്തം ഫുഡ് ഉണ്ടാക്കിയത് കേട്ടോ. എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എനിക്ക് അങ്ങനെ തലവേദന ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഏട്ടൻ കണ്ണൂർക്കാരനാണ്. അപ്പോൾ അവിടെ നോൺ വെജ് ഇല്ലാത്തൊരു ഫെസ്റ്റിവൽ ഇല്ലല്ലേ. അപ്പോൾ നമ്മളിതാ ഈ ഫുഡ് കഴിക്കുന്നത് നമ്മുടെ വീട്ടിലാണ്. രാത്രി നമ്മൾ നൈസായിട്ട് നമ്മുടെ അടുത്ത് പോയി രാത്രി നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ അവിടെ വിഷു എൻജോയ് ചെയ്ത് വന്നു കേട്ടോ. കുറേ വിഭവങ്ങളുണ്ടായിരുന്നു. ഞാൻ ഇത്രേ ചൂസ് ചെയ്തുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.